തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകാം. അവിടെ വിയറ്റ്നാം ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. മന്ത്രിമാരടങ്ങുന്ന സംഘമാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അവിടെ നിന്നും വിവരങ്ങളുമായി രാഹുൽ. മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ സംഘമുണ്ട്. ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കൊട്ടാരക്കരയിലേക്ക് എത്തിച്ച ശേഷം മറ്റ് സംസ്കാര ചടങ്ങുകളടക്കം തീരുമാനിച്ചിട്ടുള്ളത്? ദിവീഷ്, മൃതദേഹങ്ങൾ എല്ലാവരും പുറത്തെത്തിച്ചു കഴിഞ്ഞു. പ്രത്യേക വാഹനത്തിലാണ് ഇത് പുറത്തെത്തിച്ചിരിക്കുന്നത്. തൊട്ട് അടുത്ത് തന്നെ നമുക്ക് ആംബുലൻസും കാണാം. ഈ ആംബുലൻസുകളിലാണ് മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുക. ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. അവർ എന്തായാലും സഹോദരൻ ഉൾപ്പെടെ AC തോമസിൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. വല്ലാത്ത നിരാശയിലാണ് അവരെല്ലാവരെയും ഉള്ളത്. കാരണം വലിയ സങ്കടം അവരെ സംബന്ധിച്ചുണ്ട്. ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു, പോയി മടങ്ങി വരാം എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിലയിൽ അവർക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരു മടങ്ങി വരാൻ അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. കുടുംബാംഗങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ നേതൃത്വം നൽകുന്ന വലിയ സംരംഭം, വിക്ടറി എന്ന പേരുള്ള വലിയ സംരംഭം, ആ സംരംഭത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളും എന്തായാലും ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവസാനമായി ഒരു കാഴ്ച, അതാണ് അവരും ആഗ്രഹിക്കുന്നത്. നിലവിൽ എന്തായാലും മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലേക്ക് മൃതദേഹം എത്തിച്ചത്. തുടർന്ന് ഇപ്പോൾ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. 2 ആംബുലൻസിലായി, നോർക്ക റൂട്ട്സിൻ്റെ 2 ആംബുലൻസിലായി ഇപ്പോൾ എന്തായാലും മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയ ശേഷം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാകും മൃതദേഹങ്ങൾ ഉണ്ടാവുക. തുടർന്ന് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ നടക്കുക. ഏതായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിയറ്റ്നാമിലേക്ക് പോകുന്ന ഘട്ടത്തിൽ, രണ്ടുപേരും പോകുന്ന ഘട്ടത്തിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു. യാത്രയുടെ എല്ലാ ഘട്ടത്തിലും മെസ്സേജായും ഫോൺ കോളുമായും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ, ബോട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ അവസാനമായി മെസ്സേജും അയച്ചിരുന്നു. ഇനി ഇത്തരത്തിൽ ബന്ധപ്പെടാൻ കഴിയാത്ത 1 മണിക്കൂറധികം ബന്ധപ്പെടാൻ കഴിയില്ല, അതിനുശേഷം ബന്ധപ്പെടാം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് സഹോദരൻ അയച്ചിരുന്നു. നിലവിൽ എന്തായാലും അവരെല്ലാവരും ഈ യാത്രയ്ക്ക് ഒപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയ ഘട്ടത്തിലൊക്കെ ഒപ്പം ഉണ്ടായിരുന്നവർ, ഒപ്പം യാത്ര അയക്കാനെത്തിയവരൊക്കെ ഉണ്ടായിരുന്നു. നിലവിലെന്തായാലും മന്ത്രി CP ജോണും മന്ത്രി PC വിശ്വനാഥുമുണ്ട്. ഒപ്പം കൊടിക്കുന്നിൽ ഷെൻഡി ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഈ മൃതദേഹം സ്വീകരിക്കാൻ അവർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ നിന്ന് കൊട്ടാരക്കരയിലേക്കായിരിക്കും പോവുക. ഇവർ നാട്ടിൽ എത്തുമ്പോഴാണ് എന്തായാലും കുറേയധികം ആളുകൾ അവസാനത്തെ ഒരു കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. കാരണം അവരാരും ഇത്തരത്തിലൊരു വിയോഗം പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ നാട്ടിലൊക്കെ വലിയ സ്വാധീനമുള്ള, അത്രമാത്രം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, ആളുകളുമായി സജീവമായി ഇടപെടുന്നൊരു കുടുംബം, വ്യക്തി, വലിയ രീതിയിൽ ആളുകളിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് ഇപ്പോഴെന്തായാലും ഇത്തരത്തിലൊരു അന്ത്യമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വലിയ സങ്കടത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അദ്ദേഹം സഹോദരനടുത്താണ് ഇപ്പോൾ മന്ത്രി PC വിശ്വനാഥ് ഉള്ളത്. അപ്പോൾ ഒരുമിച്ച് തുടങ്ങി വെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഉള്ളത്. ഇത്തരത്തിലൊരു വിയോഗം അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ വന്ന് സ്വീകരിക്കേണ്ടി വരും, പ്രിയപ്പെട്ടവരെ സ്വീകരിക്കേണ്ടി വരും എന്നും അവരും ചിന്തിച്ചിരുന്നില്ല. വലിയ വിഷമം എല്ലാവരുടെയും കുടുംബങ്ങളിലുണ്ട്. അവർ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ ശേഷം അവസാനമായി ഒരു നോക്ക് കാണാൻ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു. അപ്പോൾ സർക്കാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോഴും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ആ അവസാന കാഴ്ച അവർ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും അവസാന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ വിട്ടവരെ അവസാനം ഒരു നോക്കി കാണാനായി കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഒപ്പം ഇവർ നടത്തുന്ന സംരംഭത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹങ്ങൾ എന്തായാലും കൊട്ടാരക്കരയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകും. തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാകും മൃതദേഹങ്ങൾ ഉണ്ടാകുക. നാളെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ 11-ാം തീയതിയാണ് വിയറ്റ്നാമിൽ 32 ഇന്ത്യൻ യാത്രക്കാരുമായി വിനോദസഞ്ചാരത്തിന് പോയ സംഘവുമായി ബോട്ട് മുങ്ങിയത്. അതിൽ 15 പേരാണ് മരിച്ചത്. 2 പേർ മലയാളികൾ. കൊട്ടാരക്കര സ്വദേശികളായ ഷേസ് തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൊവേനി തോമസുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. മറ്റുള്ളവർ തമിഴ്നാട്ടിൽ നിന്ന് 10 പേരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 3 പേരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുറച്ചുപേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. ലാവ
സംഘടിപ്പിച്ച ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് നടന്നത്. വിയറ്റ്നാമിലാണ് 21 പേരെയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. കേരളത്തെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു. ഈ 11-നാണ് ഈ അപകടം വിയറ്റ്നാമിൽ സംഭവിച്ചത്. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെയാണ് പൊതുദർശനവും പിന്നീട് സംസ്കാര ചടങ്ങും നടക്കുക. ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ് മന്ത്രി PC വിശ്വനാഥ് അടക്കമുള്ളവർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരത്തെ മുംബൈയിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിന്ന് ഇന്ന് അല്പം അരമണിക്കൂർ മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇവിടെ നിന്ന് ആംബുലൻസിൽ, നോർക്ക റൂട്ട്സിൻ്റെ ആംബുലൻസിൽ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കും. നാളെ പൊതുദർശനവും ഒപ്പം തന്നെ സംസ്കാര ചടങ്ങും നടക്കും. ബന്ധുക്കളും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി കൂടിയാണ് ശ്രീ തോമസ്. ഒട്ടേറെ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിഷമത്തോടെയാണ് നാട്ടുകാരുമൊക്കെ ഈ ഒരു വിയോഗ വാർത്ത ശ്രവിച്ചത്. വിയറ്റ്നാമിൽ ഇങ്ങനെ ഒരു ബോട്ടപകടം ഉണ്ടായി, ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിലാണ് മലയാളികളും ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം ഈ 3 സംസ്ഥാനങ്ങളിലെ ആളുകളായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ കൊല്ലം അപകടത്തിൽ ജീവൻ നഷ്ടമായ 2 പേർ മലയാളികളായ ശ്രീ തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൊവേനി തോമസുമാണ്. കൊട്ടാരക്കര സ്വദേശികളാണ്. മറ്റുള്ളവർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. 35 പേരുണ്ടായിരുന്ന ബോട്ട് മുങ്ങുകയും തുടർന്ന് വേഗത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. പക്ഷേ 15 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒക്കെയുള്ള റീത്ത് സമർപ്പിച്ച് ആദരമർപ്പിക്കുകയാണ്. മറ്റ് സംഘടനകളുമൊക്കെ റീത്ത് സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുറച്ച് മിനിറ്റുകളുടെ ഈ ഒരു ചടങ്ങിന് ശേഷം മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാഹുൽ, ഉടൻ തന്നെ മൃതദേഹങ്ങൾ ആംബുലൻസ് തയ്യാറായി നിൽക്കുകയാണല്ലോ അല്ലേ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ? അത് ആംബുലൻസ് തയ്യാറായി നിൽക്കുകയാണ്. 2 ആംബുലൻസുകളിലാകും മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. നിലവിൽ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്തിമോപചാരം അർപ്പിക്കുകയാണ്, ആദരവ് നൽകുകയാണ് മന്ത്രിമാരൊക്കെ ചേർന്ന്. നിലവിൽ എന്തായാലും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കുടുംബാംഗങ്ങളൊക്കെ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രിമാരും തുടർന്ന് കൊടിക്കുന്നിൽ സ്വദേശി എംപിയും ഒക്കെ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. വേണ്ട സഹായങ്ങൾ ചെയ്യുക, പിന്തുണയായി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അവർക്ക് ചെയ്യാൻ കഴിയുക. കാരണം ആദ്യഘട്ടം മുതൽ ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അവർക്ക് അത്രമാത്രം വലിയ ആഘാതമാണ് ഉറ്റവർ നഷ്ടപ്പെട്ടതിലുണ്ടായിരുന്നത്. എസ് തോമസ് ആകട്ടെ, ലവ്ലിനാകട്ടെ, കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമായി ഇടപെടുന്ന ആളുകളാണ്. അത്രമാത്രം ഹൃദ്യമായി അവരോട് പെരുമാറുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യം അവർക്ക് അത്രമേൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. നിലവിൽ എന്തായാലും ആ അവസാന കാഴ്ച അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. മൃതദേഹങ്ങൾ ഇപ്പോൾ എന്തായാലും ആംബുലൻസിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. മന്ത്രിമാരൊക്കെ നേതൃത്വം നൽകുകയാണ്. എന്തായാലും അങ്ങനെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ ഈ ആംബുലൻസിൽ 2 മൃതദേഹങ്ങളും കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്.